Small size, best features, convenient 360-degree accessible design, നല്ല pricing and additional free accessories. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് the best mini ITX cabinet. Coolermasterന്റെ Masterbox NR200 review. തുടങ്ങാം. സോ Coolermasterന്റെ പുതിയ മിനി ITX സീരീസിൽ വരുന്ന ഒരു ക്യാബിനറ്റ് ആണ് NR200 ആൻഡ് NR200P. രണ്ടിന്റെയും ഡിഫറൻസസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിനു മുമ്പേ വന്ന Coolermasterന്റെ മിനി ITX ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ വലിയ ഹിറ്റ് ഒന്നും അല്ലായിരുന്നു. സ്പെഷ്യലി ലാസ്റ്റ് ഇറങ്ങിയ H100 ഒക്കെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ബട്ട് അതെല്ലാം Masterbox NR200 കൊണ്ട് മാറാൻ പോവാണ്. കേസിന്റെ പാക്കേജിംഗിൽ പറയുന്ന ക്യാപ്ഷൻ ആപ്റ്റ് ആണ്. ബിഗ് ഫീച്ചേഴ്സ്, സ്മോൾ സൈസ്. ചെറിയ സൈസിൽ ബിഗ് ആൻഡ് ബെസ്റ്റ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ഇത് ആർക്ക് വേണ്ടിയാണ്, ഏത് കാറ്റഗറി ഓഫ് ബിൽഡ്സിലാണ് ഇത് വരുന്നത്. സെക്കൻഡ്ലി ഒരു നോർമൽ മിഡ് ടവർ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിനി ITX ബിൽഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസസ് വരുന്നത്, അതിപ്പം ബിൽഡിന്റെ ഡിഫറൻസസ് ആകാം അല്ലെങ്കിൽ ഓവറോൾ എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളതെന്നൊന്ന് ബ്രീഫ് ഔട്ട് ചെയ്തിട്ട് പോകാം. സോ ഇത് പ്രൈമറിലി ചെറിയ കോമ്പാക്ട് ആൻഡ് അധികം സ്പേസ് കൺസ്യൂം ചെയ്യാത്ത ഒരു PC സെറ്റപ്പ് പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഒരു മിനി ITX ബിൽഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ്ലി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നോർമൽ ഒരു ബിൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ ബഡ്ജറ്റ് കുറച്ച് കൂടും. കാരണം മിനി ITX ബിൽഡിൽ യൂസ് ചെയ്യുന്ന മിനി ITX മദർ ബോർഡ്സിന്റെ പ്രൈസ് നോർമൽ മദർ ബോർഡുമായിട്ട് കുറച്ച് കൂടുതലാണ്. ഒബ്വിയസ്ലി ക്യാബിനറ്റിന്റെ പ്രൈസും കുറച്ച് കൂടുതലായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ മോഡൽ ആൻഡ് ബ്രാൻഡ്. ആൻഡ് ഓൾസോ നിങ്ങൾ ചൂസ് ചെയ്ത മിനി ITX ക്യാബിനറ്റിൽ ഇൻ കേസ് ഒരു SFX പവർ സപ്ലൈ ആണ് ഫിറ്റ് ആവുന്നതെങ്കിൽ അതിനും പ്രൈസ് കൂടുന്നതായിരിക്കും. SFX എന്ന് പറയുന്നത് സ്മോൾ ഫോം ഫാക്ടർ പവർ സപ്ലൈസ്, ചെറിയ പവർ സപ്ലൈസ്. സോ ഈ ചെറിയ പവർ സപ്ലൈസിന് നോർമൽ പവർ സപ്ലൈ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈസ് കുറച്ച് കൂടുതലാണ്. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ഒരു മിനി ITX ബിൽഡിന്റെ ടോട്ടൽ കോസ്റ്റിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നതായിരിക്കും കമ്പയർ ടു നോർമൽ ബിൽഡ്സ്. Masterbox NR200 ആൻഡ് NR200P മിനി ITX ആൻഡ് മിനി DTX മദർബോർഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാബിനറ്റ്സ് ആണ്. കംപ്ലീറ്റ്ലി മെറ്റൽ സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആണ് ക്യാബിനറ്റിൽ ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സിൽ രണ്ട് ഡിഫറെന്റ് വേരിയന്റ്സിൽ ഇത് അവൈലബിൾ ആണ്. NR200ഉം NR200P ഇതാണ് രണ്ട് വേരിയന്റ്സിന്റെ മോഡൽ നെയിംസ്. സോ NR200 നോക്കുവാണെങ്കിൽ ബേസിക് ക്യാബിനറ്റ് ആണ്. ഇതിൽ സൈഡ് പാനൽ നോക്കുവാണെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് അല്ല വരുന്നത്, വെന്റ്സ് ഉള്ള ഒരു സ്റ്റീൽ പാനൽ ആണ് വരുന്നത്. സോ കുറച്ച് ബെറ്റർ എയർ ഫ്ലോ ആയിരിക്കും കമ്പയർ ടു NR200P. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടെമ്പേർഡ് ഗ്ലാസിന്റെ ലുക്ക് കിട്ടത്തില്ല, കംപ്ലീറ്റ്ലി വെന്റ്സ് ആയിരിക്കും സൈഡിലും. സിമിലർലി NR200P നോക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. രണ്ട് സൈഡ് പാനൽ ആണ് ബോക്സിൽ വരുന്നത്. ഒരു ടെമ്പേർഡ് ഗ്ലാസും വരുന്നുണ്ട് ആൻഡ് നോർമലിൽ വരുന്ന ആ ഒരു സൈഡ് വെന്റ് ഉള്ള സ്റ്റീൽ സൈഡ് പാനൽ രണ്ടും കിട്ടുന്നുണ്ട് ബോക്സിൽ. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓൾസോ ടെമ്പേർഡ് ഗ്ലാസ് പാനൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് വെർട്ടിക്കലി GPU മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രാഫിക്സ് കാർഡ് വെർട്ടിക്കലി മൗണ്ട് ചെയ്യാനുള്ള ഒരു റൈസർ കേബിൾ, Coolermasterന്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു റൈസർ കേബിളും ഫ്രീ ആയിട്ട് ബോക്സിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ രണ്ട് ഫാൻസും NR200P മോഡൽ ഇൻക്ലൂഡഡ് ആണ്. Coolermaster ബ്രാൻഡിന്റെ തന്നെ കുറച്ച് സ്ലിം ആയിട്ടുള്ള രണ്ട് 120mm ഫാൻസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. സോ NR200P വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഇൻ കേസ് എയർ സർക്കുലേഷൻ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ വെന്റ്സ് ഉള്ള പാനൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് RGBയും കാര്യങ്ങളും യൂസ് ചെയ്ത് കുറച്ച് സ്റ്റൈലൈസ് ചെയ്തൊരു ബിൽഡാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ടെമ്പേർഡ് ഗ്ലാസ് ഉള്ളതും യൂസ് ചെയ്യാം. പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ NR200 ബേസിക് മോഡൽ വരുന്നത് $79 ആണ് US പ്രൈസ്. സോ ഇന്ത്യൻ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി 5,000 to 5,500 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. NR200Pയുടെ ഗ്ലോബൽ പ്രൈസ് നോക്കുവാണെങ്കിൽ $99 ആണ്. സോ ഇന്ത്യൻ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി 7,000 to 7,500 ഈ റേഞ്ചിനിടയ്ക്കാണ്. കാരണം പല വെബ്സൈറ്റ്സിലും ഡിഫറെന്റ് റേറ്റ്സ് ആണ് ഞാൻ കണ്ടത്. ഏകദേശം ഈ റേറ്റ്സിലായിരിക്കും ഇതിന്റെ പ്രൈസ്, ഇന്ത്യൻ പ്രൈസ് വരുന്നത്. സോ ഈ പ്രൈസ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും. കാരണം നോർമൽ കേസ് ഒക്കെ 4,000 ഒക്കെ അവൈലബിൾ ആണ്. സോ എന്തുകൊണ്ട് ഒരു ചെറിയ കേസിന് ഇത്രയും എന്നൊക്കെ ചിലപ്പം ചിലർ വിചാരിക്കുമായിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, പ്രൈസ്, ഡിസൈൻ, ഫീച്ചേഴ്സ് ആൻഡ് ബോക്സിൽ കിട്ടുന്ന ഫ്രീ ആക്സസറീസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രൈസ് NR200Pയുടെ 7,000 റേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് തന്നെയാണ്. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് IO പോർഷനിൽ നമുക്ക് കിട്ടുന്നത് രണ്ട് USB 3.2 പോർട്സ്, ഒരു 3.5mm കോംബോ ഓഡിയോ ജാക്കും, സെൻട്രൽ നോക്കുവാണെങ്കിൽ Coolermaster ലോഗോ ഷേപ്പിലുള്ള ഒരു പവർ ബട്ടണും നമുക്ക് കാണാം. ആൻഡ് ഓൾസോ ഫ്രണ്ട് പാനൽ നോക്കുവാണെങ്കിലും വളരെ സട്ടിൽ ആയിട്ടുള്ള Coolermasterന്റെ ബ്രാൻഡിംഗ് നമുക്ക് കാണാം. സോ ഓവറായിട്ട് അധികം ബ്രാൻഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ക്ലീൻ ലുക്കാണ്. ക്യാബിനറ്റിന്റെ പുറത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എയർ ഫ്ലോ ഒപ്റ്റിമൈസേഷന് വേണ്ടി 4 സൈഡ് പാനൽസിലും ഫുൾ മെഷ് ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് മോഡലിൽ ഗ്രേ കളർ മെഷ് ഫിൽറ്റർ ആണ് വരുന്നത് ആൻഡ് ഇറ്റ് റിയലി ലുക്സ് ഗുഡ്. ക്യാബിനറ്റിന്റെ എല്ലാ പാനൽസും ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂലെസ് ടൈപ്പ് ഡിസൈൻ ആണ്. എല്ലാ പാനൽസും എന്ന് പറയുമ്പോൾ ലിറ്ററലി നമുക്ക് എല്ലാ പാനൽസും ഡിസ്മാന്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാം നമുക്ക് ഈസിലി ലൈറ്റ് ആയിട്ട് ഒന്ന് പുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ പാനൽസ് എല്ലാം ഡിസ്മാന്റിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 360-degree ഇന്റീരിയർ ആക്സസിബിലിറ്റി ആണ് കിട്ടുന്നത്. സോ ഈ ഒരു ഓപ്പൺ കേസ് സ്ട്രക്ചർ നമുക്ക് PC ബിൽഡ് ചെയ്യാനും കേബിൾ മാനേജ്മെന്റ് ഈസിലി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഇന്റീരിയർ ഫീച്ചേഴ്സ് ആൻഡ് ഇന്റീരിയർ കോൺഫിഗറേഷൻ
കോൺഫിഗറേഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ ഇവിടെയാണ് ഇതിന്റെ ഫാൻ സപ്പോർട്ട് അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഓർ എയർ ഫ്ലോ ഒപ്റ്റിമൈസേഷനെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. സോ ഈ ക്യാബിനറ്റ് ഈവൻ ദോ ചെറുതാണെങ്കിലും എയർ ഫ്ലോ വൈസ് ബെസ്റ്റ് ആണ്. ടോപ്പിൽ നോക്കുവാണെങ്കിൽ രണ്ട് 120mm ഫാൻസ് വെക്കാൻ പറ്റും. ബാക്കിൽ വേണേ എക്സോസ്റ്റ് ഒരു 92mm ഫാൻ ഓപ്ഷൻ ഉണ്ട്. ഗ്രാഫിക്സ് കാർഡ് നമ്മൾ വെർട്ടിക്കലി മൗണ്ട് ചെയ്യുവാണെങ്കിൽ ഇത് വെക്കാൻ പറ്റത്തില്ല. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഹൊറിസോണ്ടലി മാത്രമല്ല വെർട്ടിക്കലിയും പ്ലേസ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ പ്ലേസ്മെന്റ് എന്തായാലും നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് റൈസർ കേബിൾ ആവശ്യമാണ്. ആൻഡ് NR200P മോഡൽ എടുക്കുവാണെങ്കിൽ അതിൽ കൂളർമാസ്റ്റർ തന്നെ ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി റൈസർ കേബിൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. സോ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു റിമൂവബിൾ മൗണ്ട് നമുക്ക് കാണാം. സോ ഇതിലും വേണമെങ്കിൽ രണ്ട് 120 അല്ലെങ്കിൽ 140mm ഫാൻസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാക്സിമം ഒരു 280mm ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളറിന്റെ റേഡിയേറ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും നോട്ട് ചെയ്യേണ്ടത് സൈഡിൽ ഇൻ കേസ് എന്തെങ്കിലും വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെർട്ടിക്കലി നമുക്ക് GPU മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹോറിസോണ്ടൽ പൊസിഷനിൽ മാത്രമായിരിക്കും ഈ സൈഡിൽ കാണുന്ന റിമൂവബിൾ മൗണ്ടിൽ നമുക്ക് ഫാൻ അല്ലെങ്കിൽ റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഈവൻ ബോട്ടം സൈഡ് നോക്കുവാണെങ്കിലും വേണേ നമുക്ക് ഇവിടെയും കസ്റ്റം വാട്ടർ കൂളിംഗ് റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് 120mm ഫാൻസ് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. പക്ഷേ കേസ് ബോട്ടം സൈഡിൽ ഫാൻസ് വെക്കുന്നുണ്ടെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഫാൻസ് വേണം നമ്മൾ വെക്കേണ്ടത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ആൻഡ് ലക്കിലി NR200P എടുക്കുവാണെങ്കിൽ ഇതിൽ കൂളർമാസ്റ്ററിന്റെ സ്ലിം ആയിട്ടുള്ള സിക്കിൾ ഫ്ലോ ഡിസൈനിലുള്ള രണ്ട് ഫാൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. സോ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഫോർ ദറ്റ് പ്രൈസ്. സോ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിനറ്റിന്റെ പാനൽസ് എല്ലാം തന്നെ സ്ക്രൂലെസ് ഡിസൈൻ ആണ്. അതായത് ഇൻ പ്ലേസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സ്ക്രൂസിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. സോ ഈസി കൺവീനിയന്റ് ഡിസൈൻ ആണ്. പാനൽസ് എല്ലാം റിമൂവ് ചെയ്യാനും പാനൽസ് തിരിച്ച് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ഫാൻ ഇൻസ്റ്റലേഷനും യൂസ് ചെയ്യുന്നത്. എല്ലാം തന്നെ ഒരു പുഷ് മൗണ്ട് സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ ഈസിലി ക്യാബിനറ്റിന്റെ കൂടെ കിട്ടുന്ന ഈ റബ്ബർ പെഗ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാൻസിനെ അതിന്റെ പ്ലേസിൽ പുഷ് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഈ സ്ക്രൂസും റബ്ബർ പെഗ്സും ഇതെല്ലാം കേസിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി ക്ലിയറൻസസ് ആൻഡ് കമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിൽ 330mm വരെ ലെങ്ത് ഉള്ള ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ട്. സോ തിക്ക് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ്സ് വേണേലും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. CPU കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ നോർമൽ കോൺഫിഗറേഷൻ, അതായത് ഇൻ കേസ് ബേസിക് ആയിട്ടുള്ള കേസ് NR200 കേസ് ആണ് വെന്റ് ഉള്ള സൈഡ് പാനലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 155mm ലെങ്ത് ഉള്ള എയർ കൂളർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ടെമ്പേർഡ് ഗ്ലാസ് പാനൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 153mm ആയിട്ട് ഇത് കുറയും. ആൻഡ് ഇൻ കേസ് ഗ്രാഫിക്സ് കാർഡ് വെർട്ടിക്കലി മൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു ലോ പ്രൊഫൈൽ എയർ കൂളറെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന്റെ ഹൈറ്റ് മാക്സിമം വരുന്നത് 76 cm ലെങ്ത് ആണ്. നെക്സ്റ്റ് പവർ സപ്ലൈയുടെ കാര്യം പറയുമ്പോൾ പവർ സപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ സ്മോൾ ഫോം ഫാക്ടർ പവർ സപ്ലൈ, അതായത് SFX അല്ലെങ്കിൽ SFX-L ടൈപ്പ് പവർ സപ്ലൈസ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ കൂളർമാസ്റ്റർ DIY ചെയ്യുന്നവർക്ക് ഒരു ചെറിയ സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ഈ DIY 3D പ്രിന്റർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, സോ ഇൻ കേസ് നിങ്ങൾക്ക് SFX പവർ സപ്ലൈക്കുള്ള ബഡ്ജറ്റ് ഇല്ല, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു നോർമൽ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 3D പ്രിന്റിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 3D പ്രിന്റിംഗ് ചെയ്ത് ATX നോർമൽ പവർ സപ്ലൈ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഒരു പവർ സപ്ലൈ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന് പ്രിന്റിംഗിന് ആവശ്യമുള്ള ഡിസൈൻസും ഫയൽസും എല്ലാം കൂളർമാസ്റ്റർ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ക്യാബിനറ്റിന്റെ ഫീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് DIY ചെയ്ത് അതും കസ്റ്റം പ്രിന്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിന്റെയും ഫയൽസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം പല വെബ്സൈറ്റ്സിലും ഈ DIY ചെയ്തേക്കുന്ന ഓൾറെഡി DIY ചെയ്ത് പ്രിന്റ് ചെയ്ത ബ്രാക്കറ്റ്സ് വിൽക്കുന്നുണ്ട്. സോ ഇൻ കേസ് ഒരു പ്രിന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഈ കാശ് മുടക്കി ഷിപ്പിംഗും ടാക്സും ഇതെല്ലാം കൊടുത്ത് ഒരു ബ്രാക്കറ്റ് വാങ്ങുന്നതിലും നല്ലത് ഒരു SFX പവർ സപ്ലൈ വാങ്ങുന്നത് തന്നെയാണ്. ഓൾസോ ക്യാബിനറ്റിൽ വരുന്ന പവർ സപ്ലൈ ബ്രാക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് ഈസിലി പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് ഡീഫോൾട്ട് പൊസിഷനിൽ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ മൗണ്ട് ചെയ്യാം. സോ മദർ ബോർഡിന് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ SFX ആൻഡ് SFX-L പവർ സപ്ലൈ അനുസരിച്ച് ബ്രാക്കറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കാരണം ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഇൻ കേസ് SFX-L ടൈപ്പ് നിങ്ങൾ പവർ സപ്ലൈ യൂസ് ചെയ്യണമെങ്കിൽ L ടൈപ്പ് എന്ന് പറയുമ്പോൾ SFX-ന്ന് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. സോ ഈ ചെറിയ വേരിയേഷൻ കാരണം ബ്രാക്കറ്റിന്റെ ഡീഫോൾട്ട് പൊസിഷനിൽ നമുക്ക് പവർ സപ്ലൈ കേബിളുമായിട്ട് ഫാൻ ടച്ച് ആകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ബ്രാക്കറ്റ് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ടോട്ടൽ നമ്മുടെ കൺവീനിയൻസ് ആണ്. കേബിൾ റൗട്ടിംഗ് ആയാലും കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പൊസിഷൻസും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് നമുക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്പെസിഫിക്കലി കേബിൾ മാനേജ്മെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ക്യാബിനറ്റിലെ ഹാർഡ് ഡിസ്ക് മൗണ്ടിംഗ് നോക്കുവാണെങ്കിലും പവർ സപ്ലൈ ബ്രാക്കറ്റിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് പാനൽ ഏരിയയിൽ കൊടുത്തേക്കുന്ന ഇൻക്ലൂഡഡ് ബ്രാക്കറ്റിലും നമുക്ക് നോർമൽ ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാം. ആൻഡ് അഡീഷണലി SSD മൗണ്ടിംഗ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലുള്ള പാനൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഡെഡിക്കേറ്റഡ് SSD സ്പോട്ട്സ് 2 കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം ഈ കേസിൽ 2 ഹാർഡ് ഡിസ്ക് നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ 3 SSD മൗണ്ടിംഗ് ഓപ്ഷൻസ് ഡിഫറെന്റ് ഏരിയസിൽ കൊടുത്തിട്ടുണ്ട്. കേബിൾ മാനേജ്മെന്റ് ഈ ക്യാബിനറ്റിൽ ഈസിയാണ്, കാരണം നമുക്ക് എല്ലാ പാനൽസും റിമൂവ് ചെയ്ത് ഒരു ബെയർ ബോൺ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇത് വെച്ചുകൊണ്ട് PC ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് കേബിൾ മാനേജ്മെന്റ് ഈസിയാണ്, കേബിൾ റൗട്ടിംഗും ഈസിയാണ്. സോ പാനൽസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി
ആക്സസ് ആണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ആവശ്യമുള്ളിടത്തെല്ലാം കേബിൾ മാനേജ്മെന്റ് പോയിന്റ്സും സ്ട്രാപ്സും ഹോൾസും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നോർമലി ഒരു മിനി ITX ബിൽഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ ഈ ക്യാബിനറ്റിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഈസിലി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ പേഴ്സണലി ഇഫ് യു ആസ്ക് മീ NR200 ഈസ് മൈ ചോയ്സ്. കാരണം NR200 ബഡ്ജറ്റ് ആൻഡ് ഫീച്ചേഴ്സ് വാല്യൂ വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ബിക്കോസ് നമുക്കൊരു സെപ്പറേറ്റ് ടെമ്പേർഡ് ഗ്ലാസ് പാനൽ കിട്ടുന്നുണ്ട്. സോ നമുക്ക് രണ്ട് രീതിയിലുള്ള ബിൽഡും ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ വെർട്ടിക്കലി മൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു ടെമ്പേർഡ് ഗ്ലാസ് വെക്കുന്നതായിരിക്കും നല്ലത്. നോർമൽ ഹോറിസോണ്ടലി വെക്കുവാണെങ്കിൽ നമുക്ക് വെന്റ്സ് ഉള്ള സ്റ്റീൽ പാനൽ യൂസ് ചെയ്യാം. സോ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ബിൽഡ് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ വെർട്ടിക്കലി GPU മൗണ്ട് ചെയ്യാൻ റൈസർ കേബിളും കിട്ടുന്നുണ്ട്. ആക്ച്വലി റൈസർ കേബിൾ തന്നെ നോക്കുവാണെങ്കിൽ 2000-2500 രൂപ പ്രൈസ് വരും. നിങ്ങൾ ആമസോൺ നോക്കി കഴിഞ്ഞാൽ വെർട്ടിക്കൽ മൗണ്ടിങ് റൈസർ കേബിളിന്റെ പ്രൈസ് നോക്കിയാൽ ഓൾമോസ്റ്റ് 2000-2500 റുപ്പീസ് ആണ്. സോ NR200P യും NR200ന്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ തന്നെ ആ ഒരു പ്രൈസ് കവർ ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെയാണ് നമുക്ക് രണ്ട് 120mm ഫാൻസും ടെമ്പേർഡ് ഗ്ലാസ് പാനലും കിട്ടുന്നത്. സോ ഇതെല്ലാം 7000 റേഞ്ച് പ്രൈസ് ടാഗിൽ കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ റിയലി വർത്ത് ഫോർ മണി ആണ്. എസ്പെഷ്യലി എന്തായാലും ഞാൻ ഇത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആദ്യമേ പറഞ്ഞ പോലെ ഒരു മിനി ITX കോമ്പാക്ട്, സ്പേസ് അധികം കൺസ്യൂം ചെയ്യാത്ത, പലർക്കും പല ഇഷ്ടങ്ങൾ കാണും. സോ അങ്ങനത്തെ ചെറിയൊരു കോമ്പാക്ട് ഗുഡ് ലുക്കിംഗ് PC നിങ്ങൾ നോക്കുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഇതിൽ എയർ ഫ്ലോ വൈസ് ഇതിൽ ഒരു പ്രശ്നവുമില്ല. ടോട്ടൽ 7 ഫാൻസ് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്ത് എയർ ഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സോ എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് മിനി ITX ക്യാബിനറ്റ് എന്ന് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 2021 ഇപ്പം ഇതുവരെ ഉള്ളതിൽ വെച്ച് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും NR200P ഫ്രം Coolermaster. സോ ഓവറോൾ എന്തായാലും ഗൈസ് അടിപൊളി ഒരു മിനി ITX കേസാണിത്. പ്രത്യേകിച്ച് ഇതിൽ നെഗറ്റീവ്സ് അങ്ങനെ ഒന്നും പറയാനില്ല വലുതായിട്ട്. ബട്ട് ഐ ഫീൽ SFX പവർ സപ്ലൈയുടെ റേറ്റ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് കൂടുതലാണ്. സോ ഡയറക്റ്റ് ഒരു ATX സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അതായിരുന്നു Coolermaster Masterbox NR200P റിവ്യൂ. ഒരു ഇനീഷ്യൽ റിവ്യൂ എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ബിൽഡ് വീഡിയോ എന്തായാലും ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്ന, ഞാൻ യൂസ് ചെയ്യാവുന്ന PC ഇപ്പം പുറകിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന PC ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. സോ ഇതിലായിരിക്കും ഞാൻ ബിൽഡ് ചെയ്യുന്നത്. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാവുന്നതാണ്. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.